ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വിരമിക്കുന്ന അധ്യാപകർക്ക് ഉജ്ജ്വല യാത്രയയപ്പ് സമ്മാനിച്ച് മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 87ാം വാർഷികാഘോഷം അവിസ്മരണീയമാക്കി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 87ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും കൂടാതെ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങുമാണ് നടത്തിയത്. ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് എന്താണ് ഈ സ്കൂളിനകത്ത് ഇടപെടൽ സഹായം വേണ്ടത് എന്നറിയിച്ചാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നല്ല ശ്രദ്ധയും തകൃതിയും എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നിവിടെ എനിക്ക് പറയണം. സ്കൂളിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഒരു വിഷയം പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിലേക്ക് കിടക്കുന്ന റോഡ് കുഴപ്പമില്ല, പക്ഷെ അവിടേക്ക് വാഹനം തിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുമുണ്ട്. ആ പാലം മുതൽ ലേശം വീതി കൂട്ടി കിട്ടിയാൽ കഴിയുമോ എത്ര PTA വേണ്ടിയിട്ടാണ് ഞാനത് ഒന്ന് എന്തായാലും ഞങ്ങളൊരു ആവശ്യമാണ്. ഞാനും മാത്രമല്ല PTA ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് നടത്തി തന്നാൽ വളരെ സന്തോഷമാണെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ സാധ്യത എന്ന് നമുക്ക് പരിശോധിച്ച് കുട്ടികൾക്കൂടെ ഈ സ്കൂളിലേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ടാണോ അത് നമുക്ക് പരിശോധിച്ച് ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ചെറിയ തടസ്സമുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കി തരാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് പരിശോധിക്കാം. പൊതുവെ മായന്നൂർ സ്കൂൾ നിരന്തരമായൊരു ആവശ്യമാണ്. കൊണ്ടാഴി മായന്നൂർ ഞങ്ങളെ കുറേ കുട്ടികൾ വെള്ളപ്പൊക്ക സമയത്ത് പോലും പുഴ കഷ്ടപ്പെട്ട് കിടന്നു വരുന്ന ഒരു കാഴ്ച ഇവിടെ കാണാറുണ്ട്. ജോൺസൺ മാഷ് നിരന്തരം പറയുന്നത് ഒരു വാക്കാണ്, അത് സത്യമാണ്. ഇത് എന്തായാലും ഈ ഫെബ്രുവരി ലാസ്റ്റോടു കൂടി ഞങ്ങൾ നടത്തിയ റിവ്യൂ അനുസരിച്ച് നമ്മുടെ മായന്നൂർ പാലത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ മുൻപാതി വെച്ച ഒരു വീടും റിവ്യൂ യോഗം ഉണ്ട്. അവിടെ ഇപ്പോൾ ചിറക്കുഴിയുടെ വെള്ളം വന്നതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ പണി തടസ്സമായി നിൽക്കുന്നു. തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര അധ്യക്ഷനായിരുന്നു. ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു കാർക്കശ്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ടീച്ചറെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. SPCയുടെ ചാർജുമൊക്കെയും അതുപോലെ തന്നെ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെയും ഏറെ ആത്മാർത്ഥതയോടുകൂടി തന്നെ നിർവഹിച്ച് പടിയിറങ്ങുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ടീച്ചറുടെയും സ്തുത്യർഹമായ സേവനത്തിന്, കുട്ടികളുടെ ജീവിതത്തിന് കൊടുത്ത കരുതലിന്, അധ്യാപക സഹപ്രവർത്തകരോടുള്ള കൂട്ടുത്തരവാദിത്തങ്ങളിലുള്ള വലിയ പങ്കാളിത്തത്തിന് അതിരൂപതയുടെ നന്ദിയും കടപ്പാടും ആദരവും ഏറ്റവും സ്നേഹപൂർവ്വം ബീന ടീച്ചർക്ക് നേർന്നുകയാണ്. ബെൻസി ടീച്ചർ UP വിഭാഗത്തിലെ അധ്യാപിക എന്ന ഉത്തരവാദിത്വം ഒരു ടീച്ചർ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് പ്രചോദനമാകുന്ന സാന്നിധ്യം ഈ ഇടവകയിലെ അല്ലെങ്കിൽ ഈ നാട്ടിൻ്റെ തന്നെ അംഗം എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഹെഡ് മാസ്റ്റർ P. ജോബി ഡേവിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും സുസ്ഥർഹ്യ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനവും തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് ഫാദർ ജോയ് അടുമംകുളം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഗ്ലാഡി PJ, അധ്യാപകരായ PA ബീന, ബെൻസി J പടിയറ എന്നിവർക്കുള്ള യാത്രയയപ്പും അനുമോദന ചടങ്ങും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ജോയ് അടുമ്പുംകുളം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീഷ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ O. പ്രേമലത, മുൻ പ്രിൻസിപ്പൽ ജെബിൻ പ്രിൻസ്, PTA പ്രസിഡന്റ് ഷിബു പോൾ, MPTA പ്രസിഡന്റ് സജിത പ്രസാദ്, PTA വൈസ് പ്രസിഡന്റ് ജിലു സക്കറിയ, ചെയർപേഴ്സൺ PD ഷിന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, കൊണ്ടാഴി.